ഹായ് ഗൈസ്, കുട്ടി കുട്ടി വിശേഷങ്ങളുമായി വീണ്ടും നമുക്കൊന്ന് മുന്നോട്ട് പോയാലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബെഡിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അയ്യേ, നിങ്ങളെന്താ ഇങ്ങനെ ഒരു ബെഡ്റൂം വെച്ചേക്കണേ? ഈ ബെഡൊക്കെ എന്താ താഴെയൊക്കെ എടുക്കണേ? കട്ടിലില്ലേ? വീട് പണി തുടങ്ങി കാശ് തികയാണ്ടായതുകൊണ്ട് കട്ടിലൊന്നും ഇല്ലാതെ ബെഡ് താഴ്ത്തിട്ടാണോ കിടക്കണേ? കട്ടിൽ വാങ്ങാനുള്ള കാശില്ല? അങ്ങനെയൊന്നും ചോദിക്കരുത്. നമുക്ക് എല്ലാവർക്കും, അതായത് ഈ വീട്ടിലുള്ള ഞങ്ങൾ 4 പേർക്കും ബെഡ് താഴ്ത്തിട്ട് കിടക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം എന്തെങ്കിലും വയ്യായൊക്കെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? വയ്യായ വന്നാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ ബെഡ് താഴ്ത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ 2 കുട്ടികൾ പ്രസവിച്ചത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കാലൊന്ന് ഫ്രാക്ചറായിട്ട് ഒരു 1 മന്തോളം ഞാൻ റെസ്റ്റ് എടുത്തത് ഒക്കെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കേട്ടോ. കട്ടിലെ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് തിക്കി നിറച്ച് പിന്നെ ആ റൂം മൊത്തം സ്ഥലമില്ലാണ്ടാക്കി. അതിനോടൊരു താല്പര്യക്കുറവാണ് കേട്ടോ. കുറച്ച് പ്രായമൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കട്ടിലില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ കട്ടിൽ റൂമിൻ്റെ ഉള്ളിൽ കയറ്റാം എന്ന് വിചാരിച്ചിട്ട് ഇടാത്തതാണ് കേട്ടോ. ഓൾറെഡി നല്ല അടിപൊളി 2 കട്ടിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങളത് യൂസ് ചെയ്യാത്തൊരു ഏരിയയിൽ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ബെഡ്റൂം നമുക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കണേ. ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഒരാളെ മറ്റേ റൂമിലേക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കാണുന്ന അംഗം വെട്ടുകളാണ് ഈ കാണുന്നത്. എൻ്റെ മോനാണെങ്കിൽ പിന്നെ തീരെ ഫോൺ കാണേയില്ല. കണ്ടില്ലേ, കയ്യിലൊന്നും തീരെ ഫോണില്ല. 24 മണിക്കൂർ ഫോണാണ് കേട്ടോ. ഇപ്പം പിന്നെ കുറച്ച് സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് വെച്ചേക്കാണ്. പക്ഷെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പം റാഞ്ചി കൊണ്ടുപോകും. എല്ലാ വീട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വളരെ കുറച്ച് പേര് മാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇവർ കട്ടിലിൽ നിന്ന് താഴെ വീഴോ എന്നുള്ളത് എനിക്കൊരു ടെൻഷനായിരുന്നു. പിന്നെ ഈ ന്യൂസിലൊക്കെ നമ്മൾ വായിക്കുമല്ലോ, കുട്ടികളിങ്ങനെ കട്ടുമെന്ന് താഴെ വീണിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാരണം പേടിച്ചിട്ടും കൂടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഈ ബെഡ് താഴ്ത്തിട്ട് കിടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബെഡ് ഞങ്ങളുടെ വലിയ ബെഡാണ് കേട്ടോ. അപ്പോൾ അവർ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് സുഖമായിട്ട് ഈ ബെഡിൽ തന്നെയാണ് കിടന്നിരുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾ താഴെ വീഴോ എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. താഴെ വീണാലും ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കണ്ണെത്താതെ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടെൻഷനാണല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് തൽക്കാലം കട്ടിൽ വേണ്ട, ബെഡ് താഴ്ത്തിട്ട് കിടക്കാം, ഇവർ വലുതാവട്ടെ അപ്പം നമുക്കത് മാറ്റാം എന്ന് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇവർ വലുതായപ്പോൾ ഇവർക്കും ഈ പറഞ്ഞ പോലെ ബെഡ് താഴ്ത്തി കിടക്കണതാണ് ഇഷ്ടം. സാധാരണ വല്ല വീട്ടിലൊക്കെ വിരുന്നിനൊക്കെ പോകുമ്പോൾ അവിടെ കട്ടിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി തുടങ്ങി. കുഞ്ഞിതിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കട്ടിൽ കാണുന്ന വീട്ടിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ മേലെ കയറിയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ അവർക്കും ഈ ഒരു അവസ്ഥ തന്നെയാണ് താല്പര്യം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ പോട്ടെ, ഒരു രസമല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പ്രായമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം സമ്മതിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ എത്തുമ്പോൾ നമുക്ക് കട്ടിലിനെയൊക്കെ തിരിച്ച് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തൽക്കാലം നമ്മൾ കട്ടിലിനെ കയറ്റാത്തത് കേട്ടോ. ഇന്ന് എനിക്ക് ചായയാണ് ഇഷ്ടം, നാളെ ചിലപ്പോൾ എനിക്ക് കാപ്പിയായിരിക്കും ഇഷ്ടം. അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നീ ഇത്ര നാൾ ഉണ്ടല്ലടി കിടന്നുറങ്ങിയത്, ഇപ്പം എന്തിനാണ് നീ കട്ടിൽ കൊണ്ടുവന്നിട്ടെന്ന് നാളെ എന്നോട് ചോദിക്കരുത്. ഇപ്പം നമ്മുടെ ഇഷ്ടം എങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എങ്ങനെ പോകുന്നു, നാളെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരാം, ശരീരം സമ്മതിക്കാതെ വരാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഉറപ്പായിട്ടും കട്ടിലിനെ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും കേട്ടോ. അപ്പോൾ ഇപ്പം പറ്റുന്ന സമയങ്ങൾ ഇങ്ങനെ പോട്ടെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാണാൻ എത്ര ദിവസം എന്ന്. 13 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ ബെഡ് താഴ്ത്തിട്ട് തന്നെയാണ് നമ്മുടെ ശീലം. നമ്മുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ ചെറിയ രീതിയിലെങ്കിലും പരിഗണിക്കണമല്ലേ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഇഷ്ടങ്ങളാണെങ്കിൽ ഓക്കെ, നമ്മൾ മാറ്റിവെക്കണതിൽ തെറ്റില്ല. എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരുപോലെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ബെഡ് താഴിടുക എന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ബെഡ് കേടാവില്ലേ എന്ന് വെച്ചാൽ ഒരു 15-20 വർഷത്തോളമായിട്ടുള്ളൊരു ബെഡാണ്. അതിന് ഇതുവരെയും വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. തണുപ്പടിക്കില്ലേ നിലത്ത് കിടന്നാൽ? അങ്ങനെ തണുപ്പടിച്ചിട്ടുള്ളൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പ്രായം ചെല്ലുമ്പോൾ എന്താണ് എന്ന് നമുക്കറിയില്ല, അത് വേറെ വിഷയം. നമ്മുടെ റൂമിൻ്റെ സൈഡിലെ ഒരു ഷെൽഫ് പോലെ ഒരു ചെറിയൊരു സംഭവം വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ താൽക്കാലികമായിട്ട് നമ്മൾ ഈ കൊട്ടയിലാണ് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണത്. ഒത്തിരി സാധനങ്ങൾ നമുക്ക് രാത്രി ആവശ്യം വരുമല്ലോ, ടോർച്ച്, ഓയിൽമെൻറ്റ്, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ ദേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ടോയ്സ് മുഴുവൻ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വിരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന്
അതേ സ്ഥലത്ത് തന്നെ വെക്കും. ഇതൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ രാത്രി ഉറങ്ങുക. അത് കയ്യിൽ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആളെ ഉണരും ചെയ്യൂട്ടോ. എനിക്കറിയാം, കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതൊക്കെ തന്നെ അവസ്ഥ. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക?